ജനിച്ചു വീണതിന് ശേഷം മാത്രം ഗുരുതര വൈകല്യങ്ങൾ ഒരു കുട്ടിക്ക് കണ്ടെത്തിയ സംഭവം. ശരിക്കും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞുതരാൻ ഒരു വിദഗ്ധ അഭിപ്രായം നമുക്ക് ആവശ്യമുണ്ട്. IVF വിദഗ്ധ ഡോക്ടർ അനിത മണിയാണ് ഇപ്പോൾ നമുക്കിപ്പം ഉള്ളത്. നമസ്കാരം മേഡം. നമുക്ക് ആദ്യമായി ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഇത്രയും ടെക്നോളജിയൊക്കെ വളർന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് 7-ാം മാസം സ്കാനിങ്ങിൽ ഫ്ലൂയിഡിന് പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ജനിച്ചു വീണതിന് ശേഷം മാത്രം ഇത്രയും ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തുക, ശരിക്കും ഇത് നമുക്ക് ആരുടെ ഭാഗത്തെ ഒരു വീഴ്ചയായിട്ട് പറയാൻ പറ്റും? ഇതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ നമുക്കിപ്പോൾ ഇതിനകത്തൊരു പിൻ പോയിന്റ് ചെയ്തിട്ട് ഇതിലൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടെ സ്കാൻ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കുവാണെങ്കിൽ, ഈ പ്രഗ്നൻസിയിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന പല പ്രാവശ്യമായിട്ട്, അത് തുടക്കത്തിൽ ആദ്യം പോസിറ്റീവായി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഏകദേശം 5 വീക്സ് ഓഫ് പ്രഗ്നൻസിയിൽ യൂട്രസിനകത്ത് സാക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ജസ്റ്റ് പ്രഗ്നൻസി യൂട്രസിനകത്ത് ഉണ്ടോ എന്ന് മാത്രം. പിന്നെ നമ്മൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞ് ഏകദേശം ഒരു 6 വീക്സിൽ സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പിന്നെ യൂഷ്വലി എല്ലാം നോർമലായിട്ടുള്ള സ്കാനുകളാണെങ്കിൽ 3-ാം മാസത്തിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയാനായിട്ടൊരു ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നതല്ല, സ്പെഷ്യലിസ്റ്റുകൾ മാത്രം ചെയ്യുന്നൊരു സ്കാനുണ്ട്. അതിനകത്ത് അബ്നോർമാലിറ്റി ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന് മാത്രം നമുക്കറിയാൻ പറ്റും. ഈ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി കൂടിയിരുന്നാൽ അതിൽ ബേസിക്കലി നെക്കിൻ്റെ അവിടെ ഒരു ട്രാൻസ്ലൂസൻ്റ് ഏരിയയാണ് മെഷർ ചെയ്യുന്നത്, ഫ്യൂ മില്ലിമീറ്റേഴ്സാണ്. പിന്നെ നമ്മൾ കുട്ടിയുടെ അവയവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും കംപ്ലീറ്റ് ആയിട്ട് അബ്നോർമാലിറ്റി ഉണ്ടോ എന്നറിയുന്ന അവസ്ഥയിലെ സ്കാനിങ് 5-ാം മാസത്തിൽ, അതായത് 20 വീക്സിൽ അനോമലി സ്കാൻ. അപ്പോൾ ഇത് യൂഷ്വലി റേഡിയോളജിസ്റ്റുകൾ ചെയ്യുമ്പോൾ കുട്ടിയുടെ ഓർഗൻസ് ഒക്കെ മിക്കതും ഡെവലപ്പ് ചെയ്തതുകൊണ്ട് മേജറായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, സ്ട്രക്ചറൽ ഇഷ്യൂസ്, അതായത് അവയവങ്ങളിൽ ഉള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തിരിച്ചറിയാം. അവരുടെ ഒരു ഫിസിയോളജിക്കലായിട്ട്, ഇപ്പോൾ ചെവി കേൾക്കുമോ, കണ്ണ് കാണുമോ, അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടോ, ഇതൊന്നും അല്ല അതിൽ നോക്കുന്നത്. കണ്ണ്, മൂക്ക്, ചെവി, ഫേസ്, ബ്രെയിൻ, ഹെഡിൻ്റെ സൈസ്, ബോഡിയുടെ സൈസ്, കൈ, കാലുകൾ, പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസ് ലൈക്ക് ഹാർട്ട്, സ്റ്റൊമക്ക്, കിഡ്നി, ഇങ്ങനെയുള്ള അവയവങ്ങളൊക്കെ നോക്കുന്ന അനോമലി സ്കാൻ 20 വീക്സിലാണ്. 20 വീക്സിൽ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാലും ഹാർട്ടിൻ്റെ കുറച്ചും കൂടെ വിശദമായിട്ടുള്ള, യൂഷ്വലി ഒരു അഡ്വാൻസ് സ്കാനാണ് ഹാർട്ടിന് ചെയ്യുന്നത്. അത് ഹാർട്ടിൻ്റെ ഫുൾ ഡെവലപ്മെൻറ്റ് അറിയാനായിട്ട് ഒരു 22 to 24 വീക്സ്, ഇപ്പോൾ ഒരു 5.5 മാസം 6 മാസം ആകുമ്പോഴാണ് കാർഡിയാക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് അറിയുന്ന സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു കാലയളവിൽ ഇങ്ങനെ സ്കാൻ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 8 മന്ത്സ് അല്ലെങ്കിൽ 28 വീക്സ് അല്ലെങ്കിൽ 32 വീക്സ്, 8-ാം മാസമൊക്കെ നമ്മൾ വളർച്ചയുണ്ടോ എന്നറിയാൻ ഒരു ഗ്രോത്ത് സ്കാൻ, രക്തോട്ടം കറക്റ്റാണെന്ന് അറിയാൻ ഒരു ഡോപ്ലർ സ്കാനും ചെയ്യും. അപ്പോൾ ഈ 5-ാം മാസത്തിലെ സ്കാനിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്, സ്കാനിങ് പലതരമുണ്ട്, 2D ഉണ്ട്, 3D 4D ഉണ്ട്. 2Dയിൽ നമ്മൾ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് ആയിട്ടാണ്. അപ്പോൾ ഈ സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്, അതായത് നമുക്ക് മനസ്സിലായില്ലേ, സ്കള്ള്, ബോൺസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. പിന്നെ ഉള്ളത് ആന്തരികമായ, നമ്മൾ അകത്തുള്ള ഓർഗൻസാണ്. അതല്ലാതെ നമ്മുടെ സ്കിന്നിലുള്ളതോ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ എന്ന് പറയും, മസിൽ, സ്കിൻ, ഫാറ്റ്, അതൊക്കെ നമുക്ക് സ്കാനിങ്ങിൽ അബ്നോർമാലിറ്റി തിരിച്ചറിയാൻ ആക്ച്വലി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ സ്കെലിറ്റൽ ഇതാണ് മെയിൻലി 2D സ്കാനിങ്ങിൽ കാണുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് സ്കാനിങ് രീതിയാണ് 3D 4D. അതെല്ലായിടത്തും അവൈലബിൾ ആവണമെന്നില്ല, കൂടുതൽ എക്സ്പെൻസീവുമാണ്. ആ സ്കാനിങ്ങിൽ നമുക്ക് കുറച്ചുകൂടെ ഈ സോഫ്റ്റ് ടിഷ്യൂ പുറത്തുനിന്ന് നോക്കിയാലുള്ള അപ്പിയറൻസ് അറിയാൻ പറ്റും. അപ്പോൾ ഈ 2D സ്കാൻ, ഈ അനോമലി സ്കാനിങ്ങിൽ മേജറായിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ കാർഡിയാക് പ്രോബ്ലം ആണെങ്കിൽ ഒരു 22-24 വീക്സ് ആവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഒരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിലൊരു അബ്നോർമാലിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിച്ച് പേഷ്യൻറ്റിനെ കൗൺസിൽ ചെയ്ത് അവർ പോയി തിരിച്ച് ആലോചിച്ച് വരുമ്പോഴത്തേക്ക് 24 വീക്സ് വരെ എന്തെങ്കിലും മേജർ പ്രോബ്ലം ഉണ്ടെങ്കിൽ ലീഗലി ഇന്ത്യയിൽ നമുക്ക് ടെർമിനേഷൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്തൊരു ലീഗൽ ഒരു കടമ്പയുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്. എന്നാൽ നമ്മൾ എന്തുകൊണ്ട് 20 വീക്സ് ചെയ്യുന്നു, 18 വീക്സ് ചെയ്തുകൂടെ, 16 വീക്സ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ, ആ സമയത്ത് ഓർഗൻസ് ഫുള്ളി ഡെവലപ്ഡ് അല്ല, നമുക്ക് നോക്കി പ്രോബ്ലം ഇല്ല എന്ന് പറയാനായിട്ട്. അപ്പോൾ അവിടെയാണ് ആ 20 വീക്സിൻ്റെ ഇത് വന്നത്. പിന്നെ പലപ്പോഴും കാർഡിയാക്ക് ഇതിന് നമ്മൾ അഡ്വാൻസ് സ്കാനിങ് മിക്ക സ്ഥലത്തും ചെയ്യാറുമില്ല. അപ്പോൾ മൈനറായിട്ടുള്ള കാർഡിയാക് പ്രോബ്ലം നമുക്ക് ഈ 20 വീക്സ് സ്കാനിൽ ചിലപ്പോൾ നമ്മൾ മിസ്സാവാം. പിന്നെ ഒരിക്കലും ഒരു അൾട്രാസൗണ്ടും 100% പെർഫെക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് ഒരു സ്കാൻ ചെയ്തതുകൊണ്ട് 100% ഉറപ്പാണ് കുട്ടിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാനിങ് അല്ലാതെ മറ്റുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അബ്നോമാലിറ്റി ഉണ്ടോ എന്ന് തിരിച്ചറിയാം. പിന്നെ എന്തെങ്കിലും അബ്നോമാലിറ്റി എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് അബ്നോമാലിറ്റി ഉള്ളത്. ഒന്ന് ജനിതകമായിട്ടുള്ള പ്രോബ്ലം, നമ്മുടെ ക്രോമസോമിൻ്റെ അബ്നോമാലിറ്റി. മറ്റേത് സ്ട്രക്ചറൽ. ഇപ്പം ജനറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഡൗൺ സിൻഡ്രോം, മംഗോളിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതിന് ഒരു ജനറ്റിക് പ്രോബ്ലമാണ്. മറ്റേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കലി ഇപ്പോൾ ഒരു കൈക്ക് നീളം കുറവ്, അല്ലെങ്കിൽ കാലിന് നീളം കുറവ്, അല്ലെങ്കിൽ ഒരു തലയുടെ ഷേപ്പ് വ്യത്യസ്തം, അത് ഒരു സ്ട്രക്ചറിൻ്റെ മാത്രം പ്രോബ്ലം ആണ് എങ്കിൽ ജനറ്റിക് അബ്നോമാലിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പം അബ്നോമാലിറ്റി തന്നെ 2 തരമുണ്ട്. അപ്പം നമുക്ക് സ്കാനിങ്ങിൽ എല്ലാം 100% തിരിച്ചറിയണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഈവൻ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അധികം ടൈം ആക്ഷൻ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കമ്പൈൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ബ്ലഡ് ടെസ്റ്റുകൾ. അപ്പോൾ ഒരു 3 months ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോമാലിറ്റി ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ടോ എന്നറിയുന്ന ടെസ്റ്റുകൾ. ഡബിൾ മാർക്കർ ടെസ്റ്റ്, ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ്, ക്വാഡ്രിപ്പിൾ ടെസ്റ്റ്. അപ്പോൾ പല ഘട്ടത്തിൽ 9 weeks, 12 weeks, 13 weeksലൊക്കെ ചെയ്യാൻ പറ്റിയ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത്, ഇപ്പോൾ പോസിറ്റീവ് എന്ന് റിസൾട്ട് വന്നാൽ നിങ്ങളുടെ കുഞ്ഞിന് 1 in 250 ചാൻസ് ഓഫ് അബ്നോമാലിറ്റി ഉണ്ടെന്നാണ് അർത്ഥം. അതല്ലാതെ കുട്ടിക്ക് പ്രോബ്ലം ഉണ്ടെന്നല്ല. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അബ്നോമാലിറ്റിക്ക് സാധ്യത കൂടുതലുണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൽ തന്നെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് NIPT ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ തിരിച്ചറിയുന്നത് ഈ 1 in 250, 250 ഒരു ചാൻസിനേക്കാൾ ഇച്ചിരി കൂടെ ബെറ്റർ, 1 in 10. അപ്പോൾ കുറച്ചും കൂടെ അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അതിലും അബ്നോമാലിറ്റി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടെസ്റ്റുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നിപ്പോൾ ഈ NIPT ഒക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എല്ലാ സെൻറ്ററിലും അവൈലബിൾ ആവണമെന്നില്ല. അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ചെക്കപ്പിന് പോകുമ്പോൾ ഇത് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റ് അവർ ഓഫർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഡബിൾ മാർക്കർ അത്ര അധികം വിലയില്ല, പക്ഷേ NIPT കുറച്ചും കൂടെ എക്സ്പെൻസീവ് ടെസ്റ്റാണ്. അപ്പോൾ സ്കാൻ നോർമലാണെങ്കിൽ നമ്മളിപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ഓഫർ ചെയ്താലും പലപ്പോഴും പേഷ്യൻ്റ് ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ വേണ്ടാന്നങ്ങ് പറയും. അതിലേക്ക് അധികം ആരും ചിന്തിക്കാറില്ല. പക്ഷേ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ കമ്പൈൻ ചെയ്യുകയാണ് സ്കാനിങ്ങിൻ്റെ കൂടെയെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇൻഫർമേഷൻ കിട്ടും. ഇനി സ്ക്രീനിങ് ടെസ്റ്റ് അല്ലാതെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട്, ഉറപ്പായിട്ടും തിരിച്ചറിയുന്ന ടെസ്റ്റുകൾ. അത് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആംനിയോട്ടിക് ഇതെടുത്തിട്ടുള്ള ഒരു ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അതായത് ഈ കുഞ്ഞിന് ചുറ്റും ഫ്ലൂയിഡ് ഉണ്ടാവും. കുഞ്ഞിങ്ങനെ ഫ്ലൂയിഡിൽ കുളിച്ച് കിടന്നാണല്ലോ വളരുന്നത്. അപ്പോൾ ആ ഫ്ലൂയിഡ് നമ്മൾ കുഞ്ഞിന് ഒട്ടും ഹാം വരാതെ ഈ ഫ്ലൂയിഡ് മാത്രമായിട്ട് ഒരു സിറിഞ്ച് വെച്ച് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള കുറച്ച് കോശങ്ങൾ അതിൽ കൊഴിഞ്ഞു കിടക്കും. അപ്പോൾ ആ സെൽസ് എടുത്തിട്ട് അത് കൾച്ചർ ചെയ്ത് അതിനകത്ത് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നീഡിലിട്ട് ആസ്പിറേഷൻ എന്ന് പറയും, നമ്മൾ ഫ്ലൂയിഡ് വലിച്ചെടുത്ത് അത് ജനറ്റിക് ടെസ്റ്റിന് വിട്ട് കഴിയുമ്പം കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ഏകദേശം അറിയാൻ പറ്റും. മറ്റേ സ്ക്രീനിങ് ടെസ്റ്റാണ്, ഇത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. അപ്പോൾ 7ാം മാസത്തിലാണ് ഈ കുട്ടിക്ക്, അതായത് ഈ ഫ്ലൂയിഡിന് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ചെവിയുടെ സ്ഥാനം മാറി, വായ തുറക്കാൻ പറ്റുന്നില്ല, കൈകളും കാലുകളും പോലും വളഞ്ഞിരിക്കുന്നു. അത്രയും ഗുരുതരമായൊരു സംഭവം പോലും സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പം എത്രമാത്രം നമുക്ക് സാധാരണക്കാർക്ക് ഈ സ്കാനിങ്ങിലൊക്കെ വിശ്വസനീയമാണ്? സ്കാനിങ് മിക്കവാറും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാറുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% അല്ല. അപ്പോൾ സ്കാനിങ്ങിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം സ്കാനിങ്ങിൻ്റെ കൂടെ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റുകൾ, ഇപ്പോൾ ഡബിൾ മാർക്കർ അത്ര അങ്ങ് എക്സ്പെൻസീവ് അല്ല, അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലഡ് ടെസ്റ്റുകളും സ്കാനും കമ്പൈൻ ചെയ്യുന്നതായിരിക്കും ഈ അബ്നോർമാലിറ്റീസ് കണ്ടുപിടിക്കാൻ നല്ലത്. പിന്നെ 7ാം മാസത്തിൽ ഫ്ലൂയിഡ് കൂടുന്നത്, അത് ഓൾറെഡി ഒരുപാട് ലേറ്റായി. അത് ഫ്ലൂയിഡ് കൂടുന്നതിന് അബ്നോർമാലിറ്റി ഉണ്ട് എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. കാരണം പലപ്പോഴും നമ്മൾ പ്രഗ്നൻസിയിൽ ഫ്ലൂയിഡ് കൂടാറുണ്ട് ഒരു അബ്നോർമാലിറ്റി ഇല്ലാതെ. പലപ്പോഴും ഷുഗർ കൂടുതലുള്ള പേഷ്യൻസിന് ഫ്ലൂയിഡ് കൂടാറുണ്ട്. അപ്പോൾ ഈ ഫ്ലൂയിഡ് കൂടിയത് കൊണ്ട് കുഞ്ഞിന് അബ്നോർമാലിറ്റി ഉണ്ട് എന്നുള്ളതൊരു ഡയഗ്നോസ്റ്റിക് അല്ല. അപ്പോൾ ഗൈനക്കോളജിസ്റ്റുകൾ ഫ്ലൂയിഡ് കൂടുതലുണ്ടെങ്കിൽ അബ്നോർമാലിറ്റി പോലും അങ്ങനെ സസ്പെക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആദ്യം നോക്കുന്നത് ഷുഗർ നോർമലാണോ എന്നാണ്. ഫ്ലൂയിഡ് കൂടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷുഗർ കൂടുതലുണ്ട് കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വയറുവേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് നമുക്ക്
ഒരു സ്കാൻ റിപ്പോർട്ടിൽ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഗൈനക്കോളജിസ്റ്റിന് തിരിച്ചറിയുള്ളൂ. നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കുഞ്ഞിന് അബ്നോർമാലിറ്റി ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പിന്നെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ, നേരത്തെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടുതലാണോ കുറവാണോ എന്നറിയാൻ പറ്റും. പലപ്പോഴും അബ്നോർമാലിറ്റി ഉള്ള കുട്ടികൾക്ക് അതിൽ വ്യത്യാസം ഉണ്ടാവാം. ചില കുട്ടികൾ അനക്കം തീരെ കുറവാവാം, ചില കുട്ടികൾക്ക് അനക്കം ഒരുപാട് കൂടുതലാവാം. അപ്പോൾ ഒരു കമ്പാരിസൺ ചിലപ്പോൾ മദറിന് മനസ്സിലായെന്ന് വരും. അതല്ലാതെ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തിരിച്ചറിയില്ല. സ്കാൻ മിക്കവാറും പിക്ക് ചെയ്യാറുണ്ട്, പക്ഷെ 100% പിക്ക് ചെയ്യണം നിർബന്ധമില്ല. ഇതിപ്പോൾ ഈ കുട്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത്രയും ഗുരുതരമായ അംഗവൈകല്യങ്ങളുണ്ടല്ലോ, അപ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് എത്രമാത്രം ഉണ്ടോ? മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ലിസ്റ്റ് കണ്ടിട്ട് അതിനകത്ത് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊരു ജനറ്റിക് അബ്നോർമാലിറ്റി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഒരു വയബിലിറ്റി, അതായത് നമുക്ക് ജീവിച്ചിരിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ വയബിലിറ്റി എന്ന് പറയുന്നത്. അത് മൾട്ടിപ്പിൾ പ്രോബ്ലം ഉണ്ടെങ്കിൽ ജനറലി കുറവാണ്. മിക്കവാറും കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളൊക്കെയാണ് മേജർ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അത് പക്ഷേ എക്സാക്റ്റ് ഒരു ഡയഗ്നോസിസ് അറിയാതെ നമുക്ക് തീർത്ത് പറയാൻ സാധിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ മൾട്ടിപ്പിൾ പ്രോബ്ലം ഉണ്ടെങ്കിൽ സാധ്യത ഹൈ ആണ്, സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറവ് തന്നെ ആയിരിക്കും. ഇപ്പോൾ സാധാരണക്കാർക്ക് ഈ സ്കാനിങ്ങിനെ കുറിച്ച് ഏത് തരത്തിലുള്ള സ്കാനിങ് ഒക്കെ ഉണ്ട് എന്നുള്ളത് അവർക്കൊക്കെ അത്രയും അറിയണമെന്നില്ല. അപ്പം അവരുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്, അതായത് പ്രധാനപ്പെട്ട എത്ര സ്കാനിങ്ങുകൾ ഉണ്ടാവും എന്നൊക്കെ ഓക്കെ, അത് ആക്ച്വലി ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയുമ്പോൾ പേഷ്യൻസിന് മടിയാണ്. നമ്മൾ സ്കാൻ ചെയ്യാൻ പറയുമ്പോൾ എന്തിനാ എപ്പോഴും സ്കാൻ ചെയ്യണേ, അല്ലെങ്കിൽ ഇത് ചെയ്താൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവോ, അങ്ങനെയൊക്കെ പലപ്പോഴും പേഷ്യൻസിന് സംശയം വരാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് സ്കാനിങ് ആദ്യം വേണ്ടത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നത് ഏകദേശം ഒരു 4 വീക്സ് എന്നാണ് കണക്ക്. 5 വീക്സ് ആകുമ്പോഴെങ്കിലും ആദ്യത്തെ സ്കാൻ ചെയ്താൽ ഇത് ഗർഭപാത്രത്തിനകത്താണോ പുറത്താണോ എന്നറിയാം. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പ്രഗ്നൻസി ഗർഭപാത്രത്തിന് പുറത്തുണ്ടാവാം. അതിന് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയാം. അത് ട്യൂബലാണെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി. അപ്പോൾ യൂട്രസ് ആണെങ്കിൽ നന്നായിട്ട് വികസിച്ച് കുഞ്ഞ് വളരും. ട്യൂബിലാണെങ്കിൽ ട്യൂബ് വലുതാവുന്നതിന് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അത് കുറച്ച് വലുതായതിനു ശേഷം അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. റപ്ചർ ഓഫ് എക്ടോപിക് പ്രഗ്നൻസി. അപ്പോൾ ഒരു ഡെത്ത് ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ആദ്യമേ തന്നെ സ്കാൻ ചെയ്ത് യൂട്രസിനകത്താണെന്ന് കൺഫേം ചെയ്യണം 5 വീക്സിലെങ്കിലും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് ഫോം ചെയ്ത് അതിനകത്തൊരു ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു 6 വീക്സ് ഏകദേശം ആവണം. അപ്പോൾ ആ 6 വീക്സിൽ ഈ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ, അതൊരു വയബിൾ പ്രഗ്നൻസി ആണോ നോക്കാൻ 6 വീക്സിൽ സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം നോർമലാണ്, സ്ത്രീക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളില്ല, അവർ നാച്ചുറലി കൺസീവ് ചെയ്തതാണ്. IVF ഒക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ നോക്കും, പക്ഷേ നാച്ചുറലി കൺസീവ് ചെയ്തതാണ്, മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു 9-10 വീക്സ് ആകുമ്പോഴത്തേക്കും അടുത്ത സ്കാൻ ചെയ്തിട്ട് ഈ കുഞ്ഞിൻ്റെ വളർച്ച ചെക്ക് ചെയ്യാൻ പറ്റും. അത് പലപ്പോഴും അബോർഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പോകും, ഹാർട്ട് ബീറ്റിൽ നിന്ന് പോകാൻ വളർച്ച ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ, അത് ഈ 9-10 വീക്സിൽ അല്ലെങ്കിൽ 11 വീക്സിൽ അല്ലെങ്കിൽ 12 വീക്സിൽ ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ നെക്കിൻ്റെ അവിടെയുള്ള NT സ്കാൻ എന്ന് പറയുന്ന സ്കാൻ, ഇത് യൂഷ്വലി നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ ചെയ്യുന്ന സ്കാനാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് കുഞ്ഞിന് അബ്നോർമാലിറ്റി ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ ആ സ്കാൻ എല്ലാവരും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ടെസ്റ്റുകൾ ചെയ്യാം. പിന്നെ പ്രീനേറ്റൽ സ്ക്രീനിങ് നേരത്തെ പറഞ്ഞിട്ടുള്ള സ്കാനിങ് അല്ലാത്ത ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റ്, ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് ഇത് ചെയ്യാം. അതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് NIPT ചെയ്യാം, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ 3 മന്ത്സിലെ സ്കാനിങ്ങിൽ എല്ലാ വളർച്ചയും നോർമലാണ്, ഹെൽത്തി ആണെങ്കിൽ, പിന്നെ പ്രഗ്നൻസി നോർമൽ ആണെങ്കിൽ 5-ാം മാസത്തിൽ അതായത് 20 വീക്സിൽ അനോമലി സ്കാൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ 22 വീക്സ് അല്ലെങ്കിൽ 24 വീക്സിൽ വിശദമായിട്ടുള്ള ഒരു ഹാർട്ടിൻ്റെ സ്കാനും കൂടെ ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. അത് കഴിഞ്ഞിട്ടൊരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ 28 വീക്സിൽ ഗ്രോത്തും ഡോപ്ലറും, 32 വീക്സ് ആകുമ്പോൾ പിന്നെ ഒരു റിപ്പീറ്റ് ഗ്രോത്തും ഡോപ്ലറും നല്ലതായിരിക്കും. ഏറ്റവും മിനിമം നമ്പർ ഓഫ് സ്കാൻ, അപ്പോൾ തുടക്കത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഹാർട്ട് ബീറ്റ് അറിയാൻ, പിന്നെ ആ 3 മന്ത്സ് ആവുന്ന കാലഘട്ടത്തിൽ, പിന്നെ 5-ാം മാസത്തിൽ ഏറ്റവും ബേസിക്കായിട്ട് അത്രയെങ്കിലും ചെയ്തിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ അങ്ങനെയാണ്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് പലർക്ക് റിക്വയർമെൻറ്റ് വ്യത്യാസം ഉണ്ടാവും. പ്രായമായ സ്ത്രീകളുണ്ടാവാം,
ഷുഗറുള്ള പേഷ്യൻ്റ് ഉണ്ടാവാം, BP കൂടുതലുള്ളവരാണ്, ഗ്രോത്ത് കുറവുള്ള ബേബി ആവാം, അംഗവൈകല്യങ്ങളുള്ളതാവാം. അപ്പോൾ നമുക്ക് അവരുടെ പേഷ്യൻ്റ് ഇൻഡിവിജ്വലൈസ് ചെയ്യണം. ഓരോ പേഷ്യൻ്റെ നീഡ് അനുസരിച്ച് ഇതിൽ നിന്ന് വ്യത്യാസം വരുത്തണം. ഏറ്റവും ബേസിക്സ് ഇത്രയെങ്കിലും ചെയ്യണം. ഇപ്പോൾ അതായത് ഈ സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും അങ്ങനെയാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് കാണുന്ന ഈ റിപ്പോർട്ട് റീഡ് ചെയ്യാനേ പറ്റുള്ളൂ, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നോർമൽ എന്ന് കണ്ട ഒരു റിപ്പോർട്ടിന് നമ്മൾ അബ്നോർമൽ എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. കാരണം 100 കണക്കിന് പേഷ്യൻസിനെ കാണുന്നത്. നന്നായിട്ട് നോക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു അരമണിക്കൂർ എടുത്തൊരു പേഷ്യനെ നോക്കണം. ഏത് ഗൈനക്കോളജിസ്റ്റിന് അതിന് സമയം ഉണ്ടാവുക? ഇവൻ സ്കാൻ ആയാലും ഒരുപാട് വർക്ക് ലോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ പേഷ്യൻറ്റിനെയും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ സത്യം പറഞ്ഞ സമയം കിട്ടില്ല. ഈ റിപ്പോർട്ട് നോർമലാണെങ്കിൽ നമുക്കത് നോർമലാണെന്ന് വിശ്വസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഗർഭകാലത്ത് പല പരിചരണങ്ങളിലും ജാഗ്രത പുലർത്തുന്നത് പോലെ തന്നെ സ്കാനിങ്ങിലും ജാഗ്രത പുലർത്തണം എന്നാണ് ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുജയ് എഡ്വേർഡിനൊപ്പം സ്നേഹ മലൈന, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.